അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിഷാം ബിൻ അബി റബീഅയുടെ മനസ്സിൽ നിന്നാണ് അത് പരസ്യമായി ചൂടോടെ പുറത്തു ചാടിയത്. അദ്ദേഹം നേരത്തെ വിശ്വസിക്കുന്ന ആളായിരുന്നു ഇതനീതിയാണ് എന്ന്. നമ്മളെല്ലാവരും തിന്നും കുടിച്ചും സുഖിച്ചും അനുഭവിച്ചും ജീവിക്കുക, ഒപ്പം യാതൊരു സുരക്ഷിതത്വവുമില്ലാതെ, തിന്നാനില്ലാതെ, കുടിക്കാനില്ലാതെ, ധരിക്കാനില്ലാതെ, പാർക്കാനില്ലാതെ നമ്മുടെ സ്വന്തം ചോരകളായ സ്വന്തം കുടുംബാംഗങ്ങളായ ബനു ഹാഷിമും ബനു മുത്തലിബും മലഞ്ചെരുവിൽ കിടന്ന് കഷ്ടപ്പെടുകയും ചെയ്യുക, ഇതൊരിക്കലും നീതീകരിക്കാനാവില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഉടനെ പലരുമായും കണ്ടുമുട്ടി. അവരോടെല്ലാം തൻ്റെ വികാരം പങ്കുവച്ചു. അവരിൽ ചിലരെ അദ്ദേഹത്തിന് 100% ഒപ്പം നിൽക്കാൻ വേണ്ടി കിട്ടുകയുണ്ടായി. അദ്ദേഹത്തിന് കിട്ടിയ ആദ്യത്തെ ആൾ സുഹൈർ ബിൻ അബി ഉമയ്യയായിരുന്നു. സുഹൈർ ബിൻ അബി ഉമയ്യക്ക് ഈ വിഷയത്തിൽ പ്രത്യേക താല്പര്യവുമുണ്ട്. കാരണം ഈ സുഹൈർ അബ്ദുൽ മുത്തലിബിൻ്റെ മകൾ ആത്തിക എന്നവരുടെ മകനാണ്. ആ അർത്ഥത്തിൽ വലിയ ബന്ധമുണ്ട്. നേരത്തെ പറഞ്ഞ ഹിഷാം ബിൻ അബൂ റബിയാക്കും ഈ കുടുംബങ്ങളുമായിട്ട് കുടുംബ ബന്ധം ഉള്ള ആളാണ്. അവർ രണ്ടുപേരും ഒന്നിച്ചു നിന്നു. പിന്നെയും അവർ പലരെയും കണ്ടുമുട്ടി. അങ്ങനെയാണ് അവർക്ക് മുത്ഇം ബിൻ അദീനെ കിട്ടിയത്. മക്കയിലെ പേരെടുത്ത ആൾക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹവും അവരോടൊപ്പം എല്ലാ അർത്ഥത്തിലും ആ വികാരത്തിൽ ചേർന്നു. പിന്നെയും അവർ ഈ ആശയക്കാരെ തെരഞ്ഞ് സഞ്ചരിച്ചു. പിന്നെയും അവർക്കൊരാളെ കിട്ടി, അൽ ബുഖ്തരി എന്ന് പറയുന്ന ആൾ. അൽ ബുഖ്തരി ബിൻ അബു ഹിഷാം, അദ്ദേഹവും അവരോടൊപ്പം ചേർന്നു. പിന്നെ അവർക്ക് സംഅ എന്ന ഒരാളെ കിട്ടി. സംഅ എന്നത് ആരാണെന്നറിയാമോ? അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അസ്വദിൻ്റെ മകനാണ്. അപ്പോൾ ഈ വിഷയത്തിൽ 5 പേരടങ്ങിയ ഒരു സഖ്യം രൂപപ്പെട്ടു. ഈ 5 പേരുമാണെങ്കിലോ മക്കയിലെ അതിപ്രധാനികളിൽ എണ്ണപ്പെടുന്ന ആൾക്കാരുമാണ്. അവർ രംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ 5 പേരും കൂടി പരിശുദ്ധ കഅബാലയത്തിൻ്റെ സമീപത്തെത്തി. 5 പേരും തവാഫ് ചെയ്തു. എന്നതിന് ശേഷം അവരിലെ സുഹൈർ ബിൻ അബൂ റബീഅയാണ് ധൈര്യസമേതം മാറി വിരിച്ചെഴുന്നേറ്റുന്നത്. അദ്ദേഹം പറഞ്ഞു, മക്കക്കാരെ, നമ്മളെല്ലാവരും സുഖകരമായി ഭക്ഷിക്കുന്നു, നമ്മളെല്ലാവരും സുഖകരമായി ജീവിച്ചു പോകുന്നു. നമ്മുടെ സ്വന്തങ്ങളും ബന്ധങ്ങളും മലഞ്ചെരുവിൽ ജീവിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ മാർഗമില്ലാതെ കഷ്ടപ്പാടിൻ്റെ നെരിപ്പോടിലാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല, ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. അത് കേട്ടപ്പോൾ അബൂ ജഹൽ മുന്നോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്കത് കഴിയില്ല, ഇത് മക്കയുടെ പൊതുവായ തീരുമാനമാണ്, അതിൻ്റെ ഒപ്പം നിൽക്കണം, അല്ലാത്തതെല്ലാം കള്ളത്തരമാണ്. അത് പറഞ്ഞപ്പോഴേക്കും 4 പ്രധാനികൾ എഴുന്നേറ്റ് നിന്നു. മൊത്തം 5 മക്കയിലെ പ്രധാനികൾ എഴുന്നേറ്റ് നിന്നപ്പോൾ അബൂജഹൽ മനസ്സിലായി ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന്. പിന്നെ അധികമായി ഒന്നും ചെയ്യാൻ അബൂജഹലിന് കഴിയുമായിരുന്നില്ല. അബൂജഹൽ വാക്കുകൊണ്ടും കൈകൊണ്ടും തടുക്കാൻ നോക്കി. പക്ഷേ അതിന് മക്കയിലെ ജനങ്ങൾ അനുവദിക്കുമായിരുന്നില്ല. മാത്രമല്ല, നേതാക്കന്മാർ തമ്മിലുള്ള ഈ വാഗ്വാദങ്ങളും പോർവിളികളുമെല്ലാം ഉയരെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ പൊതുജനങ്ങൾ ഓടിക്കൂടി. സത്യത്തിൽ അവരെല്ലാവരും ഈ അക്രമത്തിനും അനീതിക്കും എതിരായിരുന്നു. അവരെല്ലാവരും ഒരേപോലെ ഈ ഉപരോധത്തിനെതിരെ നിൽക്കുന്നു എന്ന പ്രതീതി കുറച്ചു സമയത്തേക്ക് പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ മുമ്പിലുണ്ടായി. പിന്നെ ഉപരോധം പിൻവലിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഉപരോധം പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഇനി അതിന് യോഗം ചേരേണ്ട ആവശ്യമില്ല. കഅബാലയത്തിൽ ഒരു കരാർ അല്ലെങ്കിൽ ഒരു പരസ്യം എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് എടുത്തു മാറ്റുക
അതവിടെ നിന്ന് എടുത്തു മാറ്റിയാൽ അതോടുകൂടെ അതിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെടുകയായിരുന്നു. അതാണ് അന്നത്തെ രീതി. അതുകൊണ്ട് തന്നെ അവസാനം ഒരാൾ ധൈര്യസമേതം കഅബാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അനുയായികൾക്കും കുടുംബാദികൾക്കും എതിരെ മക്കക്കാർ ഉണ്ടാക്കിയ ആ അനീതിയുടെ തിട്ടൂരം അത് വലിച്ചു കയറാൻ വേണ്ടി കയ്യ് നീട്ടുമ്പോൾ അത്ഭുതം, അവിടെ വലിച്ചു കയറാൻ ഒന്നുമുണ്ടായിരുന്നില്ല. ഉപരോധത്തിൻ്റെ വ്യവസ്ഥകൾ എഴുതിയ തോൽ മുഴുവനും ചിതൽ തിന്നു കഴിഞ്ഞിരുന്നു. സൂക്ഷ്മമായി നോക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് ബാക്കിയുള്ളത്. അത് എല്ലാവരും കണ്ടു, അതെല്ലാവരും വായിച്ചു. ബിസ്മിക അല്ലാഹുമ്മ എന്ന ഒരേ ഒരു വാചകം. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കുടുംബത്തിൻ്റെയും ദൈന്യതയാർന്ന ദുരന്ത നാളുകൾ, ഉപരോധത്തിൻ്റെ നാളുകൾ അതോടെ അവസാനിക്കുകയായിരുന്നു. ഉപരോധം കഴിഞ്ഞ് മക്കയിലെ സാമൂഹ്യതയിലേക്ക് ബനു ഹാഷിമും ബനു മുത്തലിബും മഹാനായ നബിയോടൊപ്പം കടന്നു വന്നപ്പോൾ അവരെ എതിരേറ്റത് മറ്റൊരു സങ്കടമായിരുന്നു. എന്തെന്നല്ലേ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.